പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമത്തെ പിന്തുണച്ചുകൊണ്ട് ഹിന്ദുസേന എന്ന സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അസദുദ്ദീൻ ഒവൈസി നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനാണ് നൽകിയ അപേക്ഷയിലാണ് ഹിന്ദുസേന തങ്ങൾ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹിന്ദുസേനയ്ക്ക് വേണ്ടി അഭിഭാഷകൻ വിഷ്ണുഗുപ്തയാണ് സുപ്രീം കോടതിയിൽ ഈ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിനിടെ വഖഫ് നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവിധ ഹർജികൾ ഏപ്രിൽ 16 പരിഗണിക്കാൻ വേണ്ടി ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള 3 അംഗ ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് പുറമെ ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാറും KV വിശ്വനാഥും അടങ്ങുന്ന 3 അംഗ ബെഞ്ചാണ് ബുധനാഴ്ച ഈ ഹർജികൾ പരിഗണിക്കുന്നത്. 10 ഹർജികളാണ് ഈ കോടതിക്ക് മുമ്പാകെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ലീഡ് ഹർജിയായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അസദുദ്ദീൻ ഒവൈസിയുടെ ഹർജിയാണ്. സമസ്തയുടെ ഹർജിയും ബുധനാഴ്ച കോടതി പരിഗണിക്കുന്ന 10 ഹർജികളിൽ ഒന്നായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹർജികളിൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കണം. അതായത് ഈ ഹർജികൾ പരിഗണിച്ചുകൊണ്ട് അടിയന്തരമായി നിയമം സ്റ്റേ ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഹർജിക്കാർ എന്ന് ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലും, അതായത് അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണിയും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുമാണ് സുപ്രീം കോടതിയിൽ അന്ന് ഹാജരാകാൻ വേണ്ടി പോകുന്നത്. ബുധനാഴ്ച കോടതി പരിഗണിക്കുന്ന ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി പരിഗണിക്കുന്ന 13ാമത്തെ കേസാണ് വഖഫുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ.